30% വോട്ടുണ്ടായിരുന്നു ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾക്ക്. ആകെ 37-38% വോട്ടായിരുന്നു CPIM ആകെ ഉണ്ടായിരുന്നത്. ഈ കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ച കഴിഞ്ഞ തവണ ഈ 50% ഉണ്ടായിരുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ വോട്ട് ശതമാനം 5-ലേക്കാണ് ചുരുങ്ങിയത്. നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഓർത്ത് നോക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടോ? അത്രക്കങ്ങ് ചുരുങ്ങിപ്പോയത് സമീപകാലത്തൊന്നും നമ്മുടെ മുമ്പിലില്ലല്ലോ. കോൺഗ്രസിൻ്റെ സ്ഥിതിയും അങ്ങനെയല്ല, അത് ഇതേ അവസ്ഥയാണ്. 40-42% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ 2-3% വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊരു വോട്ട് ഷിഫ്റ്റിംഗ് ആണ് നടന്നിരിക്കുന്നത് നോക്കൂ. അതായത് ഈ വോട്ട് ഷിഫ്റ്റിംഗ് നേരെ എന്ന് വെച്ചാൽ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദൃശ്യങ്ങളിൽ തന്നെ അതിനുള്ള ഉദാഹരണമുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു എം എൽ എ സുവേന്ദു അധികാരി എന്നോ മറ്റോ ആണ് കണ്ടത്. സുവേന്ദു അധികാരിയല്ലേ? അധികാരിയല്ല, സുവേന്ദു അധികാരി മറ്റേന്ന്. സുവേന്ദു സർക്കാരിനെ ഒരു MLA നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുകയാണ്. ഒരു MLA തല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. BJPയുടെ ഒരു MLA തൃണമൂൽ പ്രവർത്തകർ തല്ലുകയാണ്. അപ്പോൾ അതും തെരഞ്ഞെടുപ്പ് ദിവസം. അപ്പോൾ എന്തുകൊണ്ട് ഇന്നലെ വരെ CPMകാരായിരുന്ന ആളുകൾ പിന്നെ BJPയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം അവിടെയുണ്ട്. ഇങ്ങനെ വോട്ട് ഷിഫ്റ്റ് എങ്ങനെ നടന്നു? കാരണം ഈ നമുക്കറിയാവുന്നതുപോലെ അവിടെ ഈ ബുദ്ധദേവ് ഭട്ടാചാര്യ മറ്റേ നമ്മുടെ ടാറ്റ നാനോ പ്ലാന്റ് കൊണ്ടുവരാൻ വേണ്ടി പോയി. അത് കർഷകരെ ആകെപ്പാടെ തന്നെ പ്രതിസന്ധിയിലാക്കി, പ്രശ്നത്തിലാക്കി. കർഷകർ CPMനെതിരെ, സർക്കാരിനെതിരെ തിരിഞ്ഞു. അപ്പോൾ മമതാ ബാനർജി ഉദിച്ചുയർന്ന് വന്നു. അവർ CPMകാരെ ആകെപ്പാടെ തല്ലി നാശമാക്കി. മമതാ ബാനർജി അധികാരം പിടിച്ച വലിയ അക്രമ സംഭവങ്ങൾ അവിടെ നടന്നു. അക്രമത്തിനിരയാകുന്ന CPMകാർക്ക് മറ്റു മാർഗ്ഗമില്ലായിരുന്നു. നേരെ പോയിട്ട് BJP ചേർന്നു. BJP വലിയ ബ്ലോക്കായിട്ട് വന്നു. അപ്പോൾ കോൺഗ്രസും CPMും നശിച്ചു. അവരുടെ വോട്ട് ശതമാനം അപ്പാടെ 2 സ്ഥലങ്ങളിലേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്തു. പുതിയ 2 പാർട്ടികൾ ഉദയം ചെയ്തു. മമതാ ബാനർജി ചെറിയ ക്ഷീണം ഉണ്ടാകുന്ന കണ്ടപ്പോൾ മമതാ ബാനർജി ഈ നമ്മുടെ ഈ പോൾ കക്ഷികളെ കൊണ്ടൊക്കെ വന്ന് വീണ്ടും കാര്യങ്ങളെ കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തി. അങ്ങനെ അവിടെ അതിശക്തമായിട്ട് ഇവർ തമ്മിൽ മത്സരിക്കുകയാണ്. ഇപ്പോൾ BJP അവരുടെ രാഷ്ട്രീയം ഉറപ്പിക്കും ബംഗാളിൽ എന്ന സാധ്യത വരികയാണ്. മമതാ ബാനർജി മറിച്ചിടുമെന്ന പ്രതീക്ഷയാണ് അവർക്ക് ആകെ ഉള്ളത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ബംഗാളിൽ ഒരു കാര്യം വായിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും അവരുടെ ഭൂമി ആയിരുന്നു. ആ ഭൂമിയോട് ബന്ധപ്പെട്ട് കർഷകരും ഒക്കെ ആയിരുന്നു ഈ CPMൻ്റെ എക്കാലത്തെയും വലിയ ശക്തി. ആ ഭൂമിയെ വ്യവസായത്തിനെന്ന് പറഞ്ഞ് മറിച്ചു കൊടുക്കുന്നു എന്ന് ഉറപ്പാണ് ഈ കർഷകരാകപ്പാടെ അവർക്കെതിരെ തിരിഞ്ഞത്. ആ ഭൂമിയും കർഷകരുമായിരുന്നു പിന്നീട് മമതാ ബാനർജിയുടെ സ്വത്ത്. ഇപ്പോഴും അവരുടെ സ്വത്തതാണ്. എന്നാൽ BJPയുടെ കൈവശം അത് വെച്ചിട്ടല്ല. BJP ഈ ഭൂമി എന്ന് പറയുന്ന കർഷക സെൻറ്റിമെൻസിനൊപ്പമല്ല, അവർ വിശ്വാസത്തെയാണ്, ഹിന്ദുമത വിശ്വാസത്തെയാണ് പ്രധാനപ്പെട്ട ഒരു ബലമാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് നിലനിൽക്കുന്ന രാഷ്ട്രീയമാണോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടെ കാണിച്ചു തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.